എന്റെ മോന് മരണമാണ് വിധിയെങ്കിൽ സ്വർഗത്തിൽ അവനെ തൂവള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച ഒരു ആലിമായി എനിക്ക് കാണാൻ പറ്റുമോ ഉസ്താദേ? അവനെ നല്ലൊരു പണ്ഡിതനായി കാണണമെന്ന വല്ലാത്ത ആഗ്രഹത്തിലാണ് ഞാൻ ഓതാൻ പറഞ്ഞയച്ചത്. അസ്ലം അഹ്സനി ഉസ്താദിൻ്റെ കൂടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ഫഹദിൻ്റെ നില അതീവ ഗുരുതരമാണെന്നറിഞ്ഞ് പാതിരാത്രി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിന് മുന്നിലെത്തുമ്പോൾ കണ്ട കാഴ്ച നെഞ്ചിലക്കുന്നതായിരുന്നു. ഫഹദിൻ്റെ പിതാവ് അവൻ്റെ ഗുരുനാഥനായ അരീക്കോട് അബൂബക്കർ സഖാഫി ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു തീർത്ത വാക്കുകൾ ഞങ്ങളുടെ ഉള്ളുലച്ചു. എൻ്റെ ഫഹദ് മോനെ അവൻ്റെയും ഞങ്ങളുടെയും ആഖിറത്തിനു വേണ്ടിയാണ് ഞാൻ ദർസിൽ ചേർത്തത്. ഞാൻ അവനോട് പറയാറുണ്ട്, നീ ഗൾഫിലേക്കൊന്നും വരണ്ട, ദുനിയാവിൽ എനിക്കൊന്നും തരികയും വേണ്ട, പകരം പരലോകത്ത് ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗം വാങ്ങിത്തരണമെന്ന്. ചിലപ്പോൾ എൻ്റെ ആ നിയ്യത്തായിരിക്കും അള്ളാഹു സ്വീകരിച്ചത് അല്ലേ ഉസ്താദേ? അവനെക്കൊണ്ട് ഞങ്ങളും അവിടെ രക്ഷപ്പെടില്ലേ? ആ പിതാവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ ഞങ്ങൾ തരിച്ചു നിന്നുപോയി. തൊട്ടപ്പുറത്തു നിന്നും കരളൊരുകി വരുന്ന ഉമ്മയുടെ തേങ്ങൽ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വെന്റിലേറ്റർ മുറിയിലെ വായുവിനെപ്പോലും അത്രമേൽ ഭാരമുള്ളതാക്കി മാറ്റി. എന്തു പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ അറിയാതെ വിങ്ങുന്ന മരവിപ്പ്. അമേരിക്കയിൽ നിന്നും ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഫഹദിൻ്റെ ഉപ്പയുമായും മൈത്രയിലെ ഡോക്ടർമാരുമായും ഫോണിൽ സംസാരിച്ചു. വാക്കുകൾക്കപ്പുറമുള്ള ആശ്വാസവും പ്രാർത്ഥനയും അവർക്കൊരു തണലായി. മൈദിൻ മുദരിസുമാരായ സയ്യിദ് ഖാസിം സ്വാലിഹ് തങ്ങളും മൻസൂർ ആദനിയും നൂറുദ്ദീൻ ആദനിയും ഒരു കൂട്ടം മുതഅല്ലിമുകളും ആ രാത്രി മുഴുവൻ അവിടെ ചെലവഴിച്ചു. ഫഹദിനെ അഡ്മിറ്റ് ചെയ്ത ആദ്യ ദിവസം മുതൽ ശിഹാബ് അലി അഹ്സനി ഉസ്താദ് അവിടെ നേരിട്ട് ചെല്ലുകയും മുതഅല്ലിമുകളെ മുഴുവൻ സമയം അവിടെ നിർത്തുകയും ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അവരുടെ എല്ലാം നേതൃത്വത്തിൽ ആശുപത്രിയുടെ ഭാരമേറിയ നിശബ്ദതയിൽ ഖുർആൻ പാരായണത്തിൻ്റെ മനോഹരമായ ശീലുകൾ അലയടിച്ചു. ബുർദയുടെയും അസ്മാഉൽ ബദറിൻ്റെയും സ്വലവാത്ത് സലാമുകളുടെയും ഈരടികൾ ആ ഇടനാഴികളിൽ പെയ്തിറങ്ങി. ICUവിൻ്റെ തണുത്ത ഭിത്തികൾക്കുള്ളിലും ഒരു വലിയ ആത്മീയ സദസ്സിൻ്റെ ചൂരും ചൈതന്യവും നിറഞ്ഞു നിന്നു. വേദനയുടെ ആ നിമിഷങ്ങളെ പ്രാർത്ഥനയുടെ പുണ്യം കൊണ്ട് പൊതിയുകയായിരുന്നു അവർ. രാവിലെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണെന്ന ഡോക്ടറുടെ സങ്കടവാർത്ത വന്നപ്പോൾ അബൂബക്കർ ഉസ്താദും ഞാനും വെന്റിലേറ്ററിലേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. സ്വന്തം മകൻ്റെ മൃതപ്രായമായ ശരീരത്തിന് അരികിലിരുന്ന് ഉപ്പയും ഉമ്മയും തളരാതെ ഖുർആനും തഹ്ലീലും ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ വിറക്കുന്ന കൈകളോടെ ആ പിതാവ് പരിശുദ്ധമായ സംസം വെള്ളം മകൻ്റെ ചുണ്ടുകളിൽ തുള്ളികളായി എത്തിച്ചു നൽകുന്നുണ്ട്. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 3 യാസീൻ പാരായണം ചെയ്തു. ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യനാമങ്ങൾ ഓരോന്നായി വിളിച്ചു ചൊല്ലി സലാമർപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഓരോ അമ്പിയാക്കൾക്കും ഞങ്ങൾ സലാം ഓതി. പ്രാർത്ഥനകൾ കൊണ്ട് ആ മുറി വിങ്ങുകയായിരുന്നു. ഒടുവിൽ അസ്മാഉൽ ഹുസ്നയുടെ പരിശുദ്ധമായ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കെ ഫഹദ് മോൻ അള്ളാഹുവിൻ്റെ അനശ്വരമായ കാരുണ്യത്തിൻ്റെ തണലിലേക്ക് യാത്രയായി. എന്തൊരു പ്രൗഢവും പവിത്രവുമായ മടക്കമായിരുന്നു അത്! ആ നിമിഷത്തിലും ഫഹദിൻ്റെ ഉപ്പ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വന്തം കൺമുന്നിൽ മകൻ അന്ത്യശ്വാസം വലിക്കുമ്പോഴും തളർന്നു വീഴുന്നതിന് പകരം ആ പിതാവ് എഴുന്നേറ്റ് നിന്ന് ഉറച്ച ശബ്ദത്തിൽ മകനെ യാത്രയാക്കുകയായിരുന്നു. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, എൻ്റെ മോന് സന്തോഷത്തോടെ പോയിക്കോ, റാഹത്തായി പോയിക്കോ, ഇത് നിൻ്റെ വലിയ ഭാഗ്യമാണ്. ദുനിയാവിൽ നിന്ന് ഇങ്ങനെയൊരു യാത്രയപ്പ് ആർക്കെങ്കിലും കിട്ടുമോ മോനെ? നിന്റെ ഉസ്താദുമാരും ഉപ്പയും ഉമ്മയും നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഖുർആനും ദിക്റും സ്വലാത്തും ദുആയും ആയല്ലേ നിന്നെ യാത്രയാക്കുന്നത്. നീ സന്തോഷമായിട്ട് പോയിക്കോ മോനെ. അബൂബക്കർ സഖാഫി ഉസ്താദ് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചു. മുതഅല്ലിമായിരിക്കെയുള്ള മരണമെന്ന നിലയിലും
അപകടമരണമെന്ന നിലയിലും അവന് ലഭിക്കാനിരിക്കുന്ന ഇരട്ട ഷഹാദത്തിൻ്റെ പദവികളെക്കുറിച്ചും സ്വർഗീയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഉസ്താദ് അവരെ ഓർമ്മിപ്പിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടക്കടലിനിടയിലും ആ പിതാവിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ആശ്വാസം നിഴലിച്ചു. അപ്പോഴേക്കും മഅ്ദിനിൽ നിന്നെത്തിയ സുൽഫീഖർ സഖാഫി, അന്നശ്ശേരി സ്വാലി സഖാഫി തുടങ്ങിയ ഉസ്താദുമാരെല്ലാം സാക്ഷിയാക്കി വിറക്കുന്ന ശബ്ദത്തോടെയെങ്കിലും ആ പിതാവ് തൻ്റെ ഉള്ളു തുറന്നു. ഉസ്താദുമാരെ, ഫഹദിനെ മഅ്ദിനിലേക്ക് ഓതാൻ അയച്ച കാലം മുതൽ പ്രവാസ ലോകത്ത് ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ഞാൻ എന്നും കാണുന്നൊരു കിനാവുണ്ട്. മഅ്ദിനിലെ മുഴുവൻ മുതഅല്ലിമുകളെയും ഉസ്താദുമാരെയും വിളിച്ച് ബുർദയുടെ അകമ്പടിയോടെ എൻ്റെ മോനെ പുതിയാപ്ലയായി ഇറക്കുന്ന ആ വലിയ സ്വപ്നം, അത് എനിക്ക് നാളെ സാധിപ്പിച്ചു തരണം. ഉസ്താദ് പറഞ്ഞല്ലോ അവന് ഷഹാദത്ത് ലഭിക്കുമെന്ന്. എങ്കിൽ അല്ലാഹു എൻ്റെ മോനെ ഒരു പുതുമാരനെ പോലെയല്ലേ ഉസ്താദെ സ്വീകരിക്കുക. എനിക്ക് നാളെ അവനെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ പുതിയാപ്പിളയായി യാത്രയാക്കണം. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വരണം. അവിടെ വെച്ച് ബുർദ ചൊല്ലണം. എല്ലാവരും ഭക്ഷണം കഴിച്ചേ പോകാവൂ. നാളെ അവൻ്റെ കല്യാണ ദിവസം പോലെ എനിക്ക് അത് കാണണം. ആ മനുഷ്യൻ്റെ അചഞ്ചലമായ ഈമാനിന് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ ഞങ്ങൾ പകച്ചുപോയി. മകൻ്റെ ചേതനയറ്റ ശരീരത്തിനരികിൽ നിൽക്കുമ്പോഴും താങ്ങാൻ കഴിയാത്ത നൊമ്പരത്തെ വിശ്വാസം കൊണ്ട് അതിജയിക്കുന്ന ആ ആത്മീയ ഔന്നത്യം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ വാക്കിലും മകനോടുള്ള വാത്സല്യവും അള്ളാഹുവിലുള്ള സമർപ്പണവും ഒരുപോലെ തുടിക്കുന്നുണ്ടായിരുന്നു. എഴുന്നീർ തടയാനാവാതെ ഞങ്ങൾ ഓരോരുത്തരും ആ പിതാവിൻ്റെ അസാമാന്യമായ മനക്കരുത്തിന് മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ തല താഴ്ത്തി നിന്നു. മോർച്ചറിയിലെ മരവിപ്പിലും ഒരു വലിയ വിശ്വാസിയുടെ ഹൃദയത്തിളക്കം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അൽഹംദുലില്ലാഹ്, ആ പിതാവ് കിനാവ് കണ്ടതുപോലെ സംഭവിച്ചു. ആയിരക്കണക്കിന് സാദാത്യങ്ങളും ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും അണിനിരന്ന അഞ്ചങ്ങാടി ദേശം ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്തത്രയും വലിയൊരു ശുഭ്രസാഗരം ഇന്ന് രാവിലെ ഫഹദിനെ യാത്രയാക്കി. പ്രാർത്ഥനാ നിർഭരമായ ആ ജനസഞ്ചയത്തിന് നടുവിലൂടെ ഒരു പുതുമാരനെ പോലെ അവൻ മടങ്ങി. പടച്ചോനെ, അസ്ലം ഉസ്താദിന് പിന്നാലെ നീ ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോയ മഅ്ദിനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജനെ നീ സ്വർഗത്തോപ്പിലെ പുതുമാരനായി സ്വീകരിക്കണമേ. സ്വന്തം കൺമണിയെ ദീനിൻ്റെ വഴിയിൽ ഇൽമു നുകരാൻ പറഞ്ഞേച്ച ആ മാതാപിതാക്കൾക്ക് ഈ വേർപാട് ഇരുലോക വിജയത്തിനുള്ള ഷഹാദത്തായി നീ മാറ്റിക്കൊടുക്കണമേ. ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഫഹദിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിമാർക്ക് നീ ക്ഷമയും സമാധാനവും നൽകണമേ. ഫഹദിൻ്റെ ആദരവായ ഉപ്പ ബദറുക്കയുടെ ഈമാനിൻ്റെ തിളക്കം കൊണ്ട് ഞങ്ങളുടെ ഇരുളടഞ്ഞ ഹൃദയങ്ങളെ നീ ഹയാത്താക്കണമേ. ഫഹദ് മോനെക്കുറിച്ച് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മരണനിമിഷത്തിൽ പങ്കാളിയായ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് ഇവിടെ വായിച്ചത്.